ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ. പതിമൂന്ന് 2 26, 13 3 39, 17 5 അത് എഴുതി ഗുണിച്ച് നോക്കണം. 7 5 35. എന്തോ വലിയ ജോലിയാണല്ലോ. എന്താ വിരളൊക്കെ മടക്കി കണക്ക് കൂട്ടുന്നത്? ഓ, തെറ്റിച്ച് എൻ്റെ ഗംഗാരേട്ടാ, നിങ്ങൾ എൻ്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചു. നീ സാധാരണ മറ്റുള്ളവരുടെ കണക്കൂട്ടൽ തെറ്റിക്കുകയാണല്ലോ പതിവ്. എന്തോ ഒന്ന് മനസ്സിൽ വച്ച് പറയുന്നത് പോലെയുണ്ടല്ലോ. എല്ലാം പറഞ്ഞു തീർത്തതാണല്ലോ. ആ അത് പോട്ടെ, ഇതെന്തിൻ്റെ കണക്കാ? കുറച്ചല്ലേ ഉള്ളൂ. വയൽവാരത്തെ തേങ്ങയുടെ കണക്കാ. ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ല. നീ തേങ്ങാ തിരിമറി വല്ലതും നടത്തിയോ? ആകപ്പാടെ ഒരു അങ്കലാപ്പ് ഞാൻ വന്നപ്പോൾ. ദേ, വേണ്ടാത്തത് പറയരുത് കേട്ടോ. കുട്ടപ്പായിക്ക് പല കുഴപ്പവും കാണും, പക്ഷേ കുട്ടപ്പായി സത്യസന്ധനാണ്. ഇടയ്ക്കിടെ ഇങ്ങനെ തനിയെ പറയുന്നത് നല്ലതാ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ അത് വിശ്വസിച്ചു തുടങ്ങും. ഗംഗാരേട്ടാ, നിങ്ങൾ എന്തോ ആലോചിച്ചുറച്ചു വന്നിരിക്കുകയാണോ എന്നെ കൈകാര്യം ചെയ്യാൻ? നീ ആ കണക്കിങ് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. പൊന്ന് ഗംഗാരേട്ടാ, ഇത് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. ഞാൻ ചെയ്തോളാം. എനിക്ക് പറ്റത്തില്ല, എന്നാലും ഒന്ന് നോക്കട്ടെ. നിൻ്റെ അത്രയും പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ. ഒരു പുതിയ പേപ്പർ എടുത്തോ. ഞാൻ എഴുതി പകുതിയാക്കിയത് കുളമാക്കണ്ട. ഇതിലൊരു 1532 രൂപ അധികമുണ്ടല്ലോ. നീ എന്തോ ചില ചിലവുകൾ എഴുതാൻ വിട്ടിട്ടുണ്ട്. ഇത്ര പെട്ടെന്നോ? നോക്കട്ടെ. എൻ്റെ ഗംഗാരേട്ടാ, അത് ശരിയാ. നിങ്ങൾ കണക്കിൽ ഇത്ര മിടുക്കനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തെങ്കിലും വിട്ടുപോയി കാണും. നിങ്ങൾ വാ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. കത്രീന ചേട്ടത്തി, 2 ചായ വേണം. ചായ കുടിക്കാം, പക്ഷേ ശ്രദ്ധിക്കണം കുട്ടപ്പായി. എപ്പോൾ വേണമെങ്കിലും തെറ്റാവുന്നതാ കണക്ക്. ഇങ്ങേരിതെന്തുവാ പറയുന്നേ? എന്നാലും എന്തോ ഉണ്ട്. ഇവിടെന്തോ പണി നടക്കുന്നു അല്ലേ? ഗേറ്റ് കടന്നപ്പോൾ തന്നെ ശബ്ദം കേട്ടു. പ്രകാശിൻ്റെ നേതൃത്വത്തിലാണോ പണി? അല്ല ഫാദർ, ഇതിൻ്റെ ആൾ വേറെയാ. ഞാനാണ് ഫാദർ ഇതിന്റെ ആർക്കിടെക്റ്റ്. പുതിയ അലമാരകൾ പണിയാണോ? പുസ്തകം വെക്കാനുള്ള അലമാരകളാണ്. അച്ഛൻ്റെ പുസ്തകങ്ങൾ, പിന്നെ അനുവിൻ്റെ പുസ്തകങ്ങൾ കുറേ ഉണ്ട്. ഫാദറേ, ഈ മഹാൻ പ്രകാശ് IAS ഇവിടെ വന്നിട്ട് ഇത്രയും നാളായല്ലോ. ഈ വീട് എങ്ങനെയാ ഉള്ളതെന്ന് ഇടം കണ്ണുകൊണ്ടുപോലും നോക്കിയിട്ടില്ല. പ്രകാശ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നുണ്ടല്ലോ. ഒന്നിലും ഒരു വീഴ്ച കണ്ടില്ല. ഇതൊക്കെ ഇവളോട് പറയുന്നത് എന്തിനാ ഫാദർ? ഇവൾ വല്ലപ്പോഴും ഒരിക്കൽ വരുന്നത് തന്നെ ഭരിക്കാനാണ്. ഇപ്പോൾ ഞാനാണിര. ഫാദറിനെ പോലെ പ്രശംസിക്കാൻ ആളുള്ളപ്പോൾ ആരും മഹാന്മാരാവും. ഓഹോ, ഇവിടെ 4 പാടും ചിതല് കയറി വാതിൽപ്പടിയൊക്കെ ഇളകി മേൽക്കൂരയിലെ പല സ്ഥലത്തും ഓടിളകിയിരിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ പുസ്തകങ്ങൾ കുറേ നിലത്തിരുന്ന് ചിതല് കയറി തുടങ്ങി. ഇതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ടും ഗംഭീരമായി നോക്കി നടത്തുന്നുവെന്ന് പ്രശംസ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊന്നും ഞാൻ അറിയുന്ന കാര്യമല്ല. കുട്ടപ്പായി സാധാരണ വീട്ടുകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ. ഇവള് വെറുതെ എക്സാജറേറ്റ് ചെയ്യുക ഫാദർ. അതിനും മാത്രം ഒരു പ്രശ്നവുമില്ല. ഇവിടുന്ന് അമ്മയെയും അച്ഛനെയും വിളിച്ച് കുറ്റം പറയുക, അതാണ് ഇവളുടെ ജോലി. കുട്ടപ്പായി അവൻ തിരുമുമ്പി വേലയുടെ ആളായി മാറി. പ്രകാശേട്ടനെ പ്രീതിപ്പെടുത്തുക എന്നത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. ഉത്തരവാദിത്വമുള്ള ഒരു പ്രശംസയിൽ വീണാൽ വീട് ചിതലായിരിക്കും. പരസ്പരം കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരുമിച്ച് നിന്ന് വേണ്ടതുപോലെ ചെയ്യുക. ഈ പ്രശ്നത്തിൽ മധ്യസ്ഥനാവാൻ ഞാനില്ലേ? പള്ളിയിലൊരു കമ്മിറ്റിയുണ്ട്. യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു. അനുചേച്ചി, ബേബി ടീച്ചർ വരുന്നു. ഞാൻ പോട്ടെ. നീ എത്ര നാൾ പേടിക്കും? ഇവിടെ നിൽക്ക്. അനു, ഞാൻ ഫോണിൽ വിളിച്ചു. എടുക്കും കട്ടാവും.
ആരെങ്കിലും മനഃപൂർവ്വം കട്ട് ചെയ്യുന്നതാണോ എന്തോ. ഞാൻ കട്ട് ചെയ്തിട്ടില്ല ടീച്ചറെ. ഇപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലായി. ബേബി ചേച്ചി, ആ ഇവന് ബേബി ചേച്ചി പേടിയാ. അയ്യോ കുട്ടപ്പായി, എന്തിനാ പേടിക്കുന്നത്? അന്ന് ഞാൻ സുഖമില്ലാത്തപ്പോ എന്തോ പറഞ്ഞതല്ലേ, കാര്യമാക്കണ്ട. ഉറപ്പായിട്ടും ടീച്ചർക്ക് എന്നോട് ഒരു വിഷമവും ഇല്ലല്ലോ. നിന്നോട് ആർക്കാ വിഷമം? നീ എല്ലാവരുടെ പ്രിയപ്പെട്ടവനല്ലേ. ആ അങ്ങനങ്ങ് പറയാൻ വയ്യ. എന്നാലും എനിക്ക് കുട്ടപ്പായോട് ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ കുട്ടപ്പായി കുറച്ച് നന്നാവാനുണ്ട്. ഞാൻ നന്നായി ടീച്ചർ. നമുക്കൊരുമിച്ച് നിന്നാൽ ടീച്ചറുടെ ഇമേജ് നന്നാക്കാൻ ചില ഉപദേശങ്ങൾ ഞാൻ തരാം. എന്റെ കടവുളേ, നീ ബേബി ചേച്ചിയുടെ പക്ഷത്തായോ? എന്തൊരു ലോകം. ഒരു കാര്യം ഉറപ്പാണ്, കുട്ടപ്പായി ഒരു ബുദ്ധിരാക്ഷസനാണ്. എന്താ കുട്ടപ്പായി പറയാനുള്ളത്? നമുക്ക് ടീച്ചറുടെ വാർഡ് കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ വാർഡിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓ, ഉപദേശം ആ വഴിക്കാണ്. ശങ്കരൻ എന്തായാലും ഉടനൊന്നും തെങ്ങീന്നിറങ്ങില്ല. ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ. രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ PA ബിജു, സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.